ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴിയങ്കടുന്ന സീരിയലിന്റെ അടുത്ത ആഴ്ചത്തെ കഥയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിറങ്ങിയ ഞെട്ടി നിൽക്കുകയാണ് കാവേരിയും വിനീതും. വിനീതിനെയും കൂട്ടി കാവേരി ബാങ്കിലേക്ക് വരികയും സ്റ്റാഫ് അവരെയും കൂട്ടി മാനേജറുടെ ക്യാബിനിലേക്ക് പോവുകയാണ്. സ്റ്റാഫ് പറയുന്നു, സർ ഞാൻ പറഞ്ഞ ക്ലയന്റ് ഇയാളാ. അപ്പൊ കാവേരി പറയണ, സർ 2 ദിവസം മുമ്പ് ഞങ്ങൾ ഇവിടെ ചെക്കുമായിട്ട് വന്നത്, പണം ആരും എടുത്തില്ല, ഇപ്പം അക്കൗണ്ടിലും ഇല്ലാന്ന് പറയുന്നു, ഇതുവരെ ക്രെഡിറ്റ് ആയില്ലേ? അപ്പൊ വിനീത് പറയണ, അക്കൗണ്ടിൽ പണം വന്നെന്നുള്ള മെസ്സേജ് ഒക്കെ വന്നതാ. അങ്ങനെ ആ മെസ്സേജ് വിനീത് ബാങ്ക് മാനേജറെ കാണിക്കുകയാണ്. അത് നോക്കി മാനേജർ പറയുന്നു, നിങ്ങൾ കണ്ടില്ലേ, പണം അക്കൗണ്ടിൽ നിന്നും പോയെന്നുള്ള മെസ്സേജ് വന്നായിരുന്നു. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കാവേരിയും വിനീതും. കാവേരി ഫോൺ വാങ്ങിച്ചു നോക്കുന്നു. വിനീതേട്ടാ, ഡെബിറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നായിരുന്നല്ലോ, എന്താ ഇത്? സ്റ്റാഫ് ചോദിക്കുന്നു, രണ്ടാമത് വന്ന മെസ്സേജ് നോക്കിയില്ലേ? അപ്പൊ വിനീത് പറയണ, പണം അക്കൗണ്ടിൽ വന്നെന്നുള്ളത് രണ്ടാമതും മെസ്സേജ് വന്നതാണെന്നാ ഞാൻ വിചാരിച്ചത്. കാവേരി പറയണ, എനിക്ക് മനസ്സിലാകുന്നില്ല, വിനീതേട്ടൻ പണം വിഡ്രോ ചെയ്തിട്ടില്ല, പിന്നെ വിനീതേട്ടന്റെ അക്കൗണ്ടിൽ നിന്നും ആര് പണം എടുത്തു പെർമിഷൻ ഇല്ലാതെ? മാനേജർ പറയുന്നു, എവിടെയോ എന്തോ പ്രശ്നമുണ്ട്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആർക്കെങ്കിലും കൊടുത്തായിരുന്നോ? ഇല്ല സാർ എന്ന് വിനീത് പറയുമ്പോൾ സ്റ്റാഫ് പറയണ, കാർഡിന്റെ മുകളുടെ നമ്പർ പറയണം, അയച്ച OTP നമ്പർ പറ, അങ്ങനെ എന്തെങ്കിലും കോൾ വന്നോ? ഇത് കേട്ട് വിനീത് ഓർക്കുകയാണ് ATM കാർഡിന്റെ നമ്പർ ചോദിച്ചു വിളിച്ചതും OTP പറഞ്ഞു കൊടുത്തതും ഒക്കെ. തുടർന്ന് വിനീത് പറയുന്നു, സർ എനിക്കൊരു കോൾ വന്നായിരുന്നു, അക്കൗണ്ട് നമ്പർ, ATM കാർഡ് നമ്പർ, OTP ഇതൊക്കെ ചോദിച്ചായിരുന്നു. മാനേജർ ചോദിക്കുന്നു, നിങ്ങൾ OTP കൊടുത്തോ? ഞാൻ കൊടുത്തായിരുന്നു എന്ന് വിനീത് പറയുമ്പോൾ കാവേരി ചോദിക്കുന്നു, വിനീതേട്ടാ എന്ത് മണ്ടത്തരമായി ചെയ്തേ? അപ്പൊ മാനേജർ പറയണ, OTP നമ്പർ ആർക്കും കൊടുക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ, ഇവരുടെ ബാങ്കിൽ നിന്ന് തന്നെ വിളിച്ച കാവേരിന്ന് വിനീത് പറയുമ്പോൾ കാവേരി ചോദിക്കണ, എന്താ വിനീതേട്ടാ ഇത്? മാനേജർ പറയുന്നു, ടിവിയിലും പേപ്പറിലും റേഡിയോയിലും എല്ലാം പറയുന്നതല്ലേ, OTP ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കരുതെന്ന്. ബാങ്കിൽ നിന്നും ആരും OTP ചോദിച്ചു വിളിക്കില്ല, അതെന്താ മനസ്സിലാക്കാത്തെ? കാര്യം കൊണ്ട് കാവേരി ചോദിക്കുന്നു, സർ അപ്പൊ ഞങ്ങളുടെ പണം എല്ലാം പോയോ? അപ്പൊ മാനേജർ പറയണ, പോയി. ഇത് കേട്ട് ഞെട്ടി കരഞ്ഞുകൊണ്ട് കാവേരി പറയണ, നീള സർ ഞങ്ങളുടെ പണം തിരിച്ചു കിട്ടില്ലേ? അപ്പൊ മാനേജർ പറയണ, ഇതുപോലത്തെ ഒരുപാട് കേസുകൾ വരാറുണ്ട്, എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല, സർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് കാവേരി കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. മാനേജർ പറയുന്നു, കംപ്ലൈന്റ് എഴുതി തന്നിട്ട് പോ, പോലീസ് സ്റ്റേഷനിലും ഒരു കംപ്ലൈന്റ് കൊടുക്ക്. കരഞ്ഞുകൊണ്ട് വിനീത് ചോദിക്കുന്നു, സർ അപ്പൊ ഞങ്ങളുടെ പണം പോയോ? കാവേരി, ആ പണം ഞാൻ കൊണ്ടുപോയി കളഞ്ഞോ? നമ്മുടെ 50 ലക്ഷം എല്ലാം പോയോ? കാവേരി ചോദിക്കുന്നു, സർ പണം ഉടനെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എന്റെ അനിയത്തിയെ ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക, അതിനുവേണ്ടിയാണ് സർ ഞങ്ങൾ നാട്ടിൽ നിന്നും പണം കൊണ്ടുവന്നത്. ആ പണം ഇല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല സർ, സർ എന്തെങ്കിലും ചെയ്ത് ഞങ്ങളുടെ പണം തിരിച്ചു തരണം. ഇത് കേട്ട് മാനേജർ പറയണ, ഞങ്ങൾ ശ്രമിക്കാം, പക്ഷെ ഉടനെ ഒന്നും പണം കിട്ടില്ല, നിങ്ങള് കംപ്ലൈന്റ് എഴുതി തന്നിട്ട് പോ, എനിക്ക് പറ്റാവുന്നത് പോലെ ഞാൻ നിങ്ങളെ സഹായിക്കാം. തുടർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാവേരിയുടെ അരികിലേക്ക് വന്ന വിനീത് പറയുന്നു, സോറി കാവേരി, ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, നടന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അടുത്തത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കാവേരി. കാവേരി ദേഷ്യത്തോടു കൂടി വിനീതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. വിനീതേട്ടൻ ശ്രദ്ധിക്കണ്ടായിരുന്നോ? ആ പണം എവിടെ പോയെന്ന് പോലും അറിയില്ല, നിളയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക, എല്ലാവരും പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, എവിടെ നിന്ന് നമ്മൾ പണം എടുത്തോണ്ട് വരും വിനീതേട്ട? ബാങ്കിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കംപ്ലൈന്റ് കൊടുത്തില്ലേ, നമുക്ക് പണം തിരിച്ചു കിട്ടുമെന്ന് വിനീത് പറയുമ്പോൾ കാവേരി ചോദിക്കണ, ഏത് ലോകത്താ വിനീതേട്ടൻ ജീവിക്കുന്നത്? വിനീതേട്ടൻ കൊടുത്ത 4 നമ്പർ കൊണ്ട് വിനീതേട്ടന്റെ അക്കൗണ്ടിൽ നിന്നുമുള്ള മൊത്തം പണം എടുക്കാൻ അറിയാവുന്നവർ എങ്ങനെ തിരിച്ചു വരും? ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ വരാറുണ്ടെന്ന് ബാങ്ക് മാനേജരും പോലീസുകാരും പറയുന്നു. ബാങ്കുകാർക്ക് ആ പണം കിട്ടുമെന്നുള്ള വിശ്വാസമില്ല, പിന്നെ വിനീതേട്ടൻ മാത്രം എങ്ങനെ വിശ്വസിക്കുന്നു? ഈ സമയം കാവേരിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗംഗ. കാവേരി പറയുന്നു, ഗംഗേച്ചിയെ വിളിക്കുന്നത്, ഞാൻ എന്ത് പറയും വിനീതേട്ട? അപ്പൊ വിനീത് പറയണ, കാവേരി ഗംഗ എന്തുകൊണ്ടാണ് എന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞെന്ന് എനിക്കിപ്പം മനസ്സിലായി, ഞാനൊരു വേസ്റ്റാ, ഒന്നിനും കഴിവില്ലാത്തവൻ. നീ ഫോൺ എടുത്ത് ഗംഗയോടെല്ലാം പറ, ഞാൻ പണം കൊണ്ടുപോയി കളഞ്ഞെന്ന് പറ. ഗംഗ ദേഷ്യപ്പെട്ട് എന്നെ അടിച്ചോടിക്കും, ഞാൻ പൊയ്ക്കോളാം, എവിടെയെങ്കിലും പോവാ ഞാൻ. നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ ചെന്ന് പറയാം, ഗംഗയോട് എല്ലാം പറയാം. ഗംഗയുടെ ജീവിതത്തിൽ ഇനി ഞാൻ വേണ്ട, അവിടെ ജീവിതത്തിൽ മാത്രമല്ല നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഞാൻ വേണ്ട. അപ്പൊ കാവേരി പറയണ, വിനീതേട്ടൻ ഇപ്പോഴും വിനീതേട്ടനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, ഗംഗേച്ചിയോട് ഇതിനെ കുറിച്ചൊന്നും പറയണം. വിനീത് ചോദിക്കണ, പറയാതെ എങ്ങനെ, പണം അവിടെയെന്ന് എല്ലാവരും ചോദിക്കില്ലേ? അപ്പൊ കാവേരി പറയുന്നു, ചോദിക്കും, വിനീതേട്ടൻ ഇത് തുറന്നു പറഞ്ഞാൽ ഒരു പ്രശ്നവും ശരിയാകില്ല, ഞാൻ തന്നെ പണത്തിന് എന്ത് വേണമെന്ന് അറിയാൻ നിൽക്കുക, നമുക്ക് നിളയുടെ ഓപ്പറേഷൻ നടത്താം, വിനീതേട്ടൻ സമാധാനമായിട്ടിരിക്കും, നമുക്ക് എങ്ങനെയും പണം കണ്ടെത്താം. തുടർന്ന് നരന്റെ വീട്ടിൽ വിവാഹാലോചന നടക്കുകയാണ്. പെണ്ണിന്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വരുമ്പോൾ നരനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഗായത്രി. കാറിൽ വന്നിറങ്ങിയ നരൻ കാര്യം അന്വേഷിക്കുമ്പോൾ ശിവരാജൻ പറയുകയാണ്, നിന്നെ കാണാൻ പെൺ വീട്ടുകാർ വന്നിട്ടുണ്ട്. ദേഷ്യത്തോടുകൂടി നരൻ ചോദിക്കുന്നു, ഇളയമ്മേ എന്താ ഇതെല്ലാം? നരൻ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുമ്പോൾ ശിവരാജൻ ചോദിക്കുകയാണ്, എന്തിനാ ഈ നാടകം കളിക്കുന്നത്? അപ്പൊ ഗായത്രി പറയണ, അവൻ കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം, എങ്കിലല്ലേ അവന്റെ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാൻ പറ്റും. എല്ലാവരുടെയും അരികിലേക്ക് വന്ന നരൻ പറയുന്നു, സോറി എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. ഇത് കേട്ട് ഞെട്ടി എല്ലാവരും അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്താ ഇവൻ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങളുടെ മകളെ എന്നല്ല ആരെയും കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ മകൾക്ക് വേറെ പയ്യനെ കണ്ടുപിടിക്കാം. വീട്ടിൽ കയറി വന്നവരോട് നീ എന്താടാ പറയുന്നതെന്നാ മുത്തശ്ശി ചോദിക്കുമ്പോൾ നരൻ പറയുകയാണ്, പെണ്ണ് കാണാൻ വിളിച്ചാൽ ഞാൻ വരില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ഏർപ്പാടാക്കിയതാണല്ലേ? സോറി എന്ന് പറഞ്ഞ
നരൻ അവിടെ നിന്ന് പോവുകയാണ്. ഗായത്രി അവരെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ ശിവരാജൻ പറയാണ്, ഇതേ നടക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഇതുപോലത്തെ സീനൊക്കെ ഞങ്ങൾക്ക് ശീലമായത്, നിങ്ങൾക്കിത് പുതിയതായിരിക്കും. ഇത് കേട്ട് മുത്തശ്ശൻ ശിവരാജ എന്ന് വിളിക്കുമ്പോൾ ശിവരാജൻ പറയണ, സത്യം അവരറിയണ്ടേ അച്ഛാ. തുടർന്ന് വീട്ടിലേക്ക് വന്ന കാവേരി വിഷമത്തോടുകൂടി ആലോചിച്ച് ഗേറ്റിന്റെ അരികിലേക്ക് നടന്നു പോകുമ്പോൾ ദേഷ്യത്തോടുകൂടി വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് നരൻ. നരന്റെ വണ്ടി ഇടിക്കാതെ പിന്നോട്ടേക്ക് മാറുകയാണ് കാവേരി. ദേഷ്യത്തോടുകൂടി കാവേരി പറയുന്നു, ഇവൻ എന്താ ഭ്രാന്താണോ, വിവരമില്ലാത്തവൻ, ഇത്രയും വലിയൊരാളിനെ അവൻ കണ്ടില്ലേ. തുടർന്ന് കാവേരി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഗംഗ ചോദിക്കുന്നു, നീ എവിടെ പോയതാ, സിസ്റ്റർ നിന്നെ അന്വേഷിച്ചു. ശരി, ഞാൻ പോയി കണ്ടിട്ട് വരാന്ന് കാവേരി പറയുമ്പോൾ ശാരദ ചോദിക്കണ്ട, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ, ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ. അപ്പൊ കാവേരി പറയണ, ഞാൻ ഡോക്ടറെ കണ്ടില്ല. ശാരദ പറയണ, ഒരു ടെസ്റ്റ് പോലും ഇതുവരെ എടുത്തിട്ടില്ല. ഇത് കേട്ട് ഗംഗ പറയുന്നു, പണം അടച്ചാലേ എടുക്കാൻ പറ്റൂന്ന് അവര് പറയുന്നത്, നീ പണം അടച്ചില്ലേ. അപ്പൊ കാവേരി പറയണ, ഇല്ല ഗംഗേച്ചി, ഇതുവരെ പണം അടച്ചില്ല, ഇതുവരെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല, കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. വിനീതേട്ടൻ ബാങ്കിലാണോന്ന് ഗംഗ ചോദിക്കുമ്പോൾ കാവേരി പറയുന്നു, അല്ല ഗംഗേച്ചി, വീട്ടിലുണ്ട്. അവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഗംഗ ചോദിക്കുമ്പോൾ കാവേരി പറയണ, ബാങ്ക് വീടിനടുത്തല്ലേ, പണം ക്രെഡിറ്റ് ആയാൽ ഉടനെ പോയി എടുക്കാമല്ലോ. ശാരദ പറയണ, പണമൊക്കെ ബാങ്കിൽ നിന്ന് എടുത്തു വെച്ചിട്ട് അഡ്മിറ്റ് ചെയ്താൽ മതിയായിരുന്നു. കാവേരി പറയണ, അമ്മ ടെസ്റ്റിന് കയ്യിലുള്ള പണം അടയ്ക്കാം, വലിയ എമൗണ്ട് പിന്നെ അടയ്ക്കാം, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. അങ്ങനെ കാവേരി അവിടെ നിന്ന് പോകുമ്പോൾ അരികിലേക്ക് വന്ന ഗംഗ ചോദിക്കുന്നു, കാവേരി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ. കാവേരി പറയണ, പ്രശ്നമൊന്നുമില്ല ഗംഗേച്ചി, ഓപ്പറേഷൻ അടുത്തെത്തിയപ്പോൾ ഒരു ചെറിയ പേടി, അതുകൊണ്ടാ. കയ്യിൽ പിടിച്ച ഗംഗ പറയുന്നു, ഒന്നും സംഭവിക്കില്ല, എല്ലാം നല്ല രീതിയിൽ നടക്കും, നീ പേടിക്കണ്ട. ഇത് കേട്ട് കാവേരി പറയുന്നു, ശരി, ഗംഗേച്ചി പോയി അമ്മയുടെ അടുത്തിരിക്കും. തുടർന്ന് റിസപ്ഷനിസ്റ്റിന്റെ അരികിലേക്ക് വന്ന കാവേരി പറയുന്നു, ചെക്ക് ബാങ്കിൽ കൊടുത്തതാ, പണം ക്രെഡിറ്റ് ആകാൻ കുറച്ച് സമയം വേണം, നിങ്ങൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും, പണം കിട്ടിയാൽ ഉടനെ ഞാൻ പണം അടയ്ക്കാം. ഇത് കേട്ട് റിസപ്ഷനിസ്റ്റ് പറയണ, പണം അടയ്ക്കാതെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാവേരി പറയണ, ഓപ്പറേഷന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ടെസ്റ്റ് ഒക്കെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിപ്പോ ചെയ്യാൻ പറ്റില്ലേ. റിസപ്ഷനിസ്റ്റ് പറയണ, പണം അടയ്ക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല മാഡം. ഇതെല്ലാം കേട്ട് കാവേരി വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. തുടർന്ന് ഒരു ക്ഷേത്രത്തിലേക്ക് വന്ന നിവിൻ പ്രാർത്ഥിച്ച് തന്റെ ഫോണിൽ കാവേരിയുടെ ഫോട്ടോ നോക്കി അവിടേക്ക് ഇരിക്കുന്നു. ഈ സമയം നിവിന്റെ ഫോണിലേക്ക് വിളിച്ച് കാവേരിയെ കുറിച്ച് അന്വേഷിക്കുകയാണ് ആസിഫ്. വിനീതിനെ കണ്ടായിരുന്നുവെന്നും പക്ഷെ അഡ്രസ് ചോദിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് വിനീത് അവിടുന്ന് പോയി എന്നൊക്കെ നിവിൻ പറയുകയാണ്. ഈ ഏരിയ തന്നെ എവിടെയുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. തുടർന്ന് നിവിൻ വിഷമത്തോടുകൂടി കണ്ണടച്ചിരിക്കുകയാണ്. ഈ സമയം ക്ഷേത്രത്തിലേക്ക് വരികയാണ് കാവേരി. കാവേരി പ്രാർത്ഥിക്കുന്നു, നില ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ, പണം അടച്ചേ പറ്റൂ, ഇത്രയും പണത്തിന് വേണ്ടി ഞാനിപ്പോ എവിടെ പോകും, ഞാൻ എന്ത് ചെയ്യും, എന്ത് കഷ്ടപ്പെട്ട ജയപാലിന്റെ കയ്യിൽ നിന്നും ആ 50 ലക്ഷം രൂപ വാങ്ങിച്ചെടുത്തത്, എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നേ. കുറച്ച് അപ്പുറത്തായിരിക്കുന്ന നിവിനെ കാവേരി കാണുന്നില്ല. കാവേരിയും അവിടേക്ക് വന്നിരിക്കുന്നു. ഒരു വലിയ തൂണുള്ളത് കൊണ്ട് നിവിൻ കാവേരിയെയും നിവിനെയും കാണുന്നില്ല. ഈ സമയം ക്ഷേത്രത്തിലേക്ക് വന്ന രാഗിണി കാണുകയാണ് അവർ അവിടെ ഇരിക്കുന്നതായി. രാഗിണി ടെൻഷനോടുകൂടി ഒന്ന് ആലോചിച്ച് ഫോണിൽ ഫോട്ടോ എടുക്കുകയാണ്. തുടർന്ന് കാവേരി മേഡം എന്ന് വിളിച്ച് പുറത്തേക്ക് പോകുന്ന കാവേരിയുടെ പിന്നാലെ വരികയാണ് രാഗിണി. കാവേരി ദേഷ്യത്തോടുകൂടി രാഗിണിയെ നോക്കുമ്പോൾ രാഗിണി പറയണം, നിങ്ങൾക്കിപ്പോ സുഖമല്ലേ, പണമൊക്കെ വാങ്ങിച്ചെടുത്തില്ലേ, ഇപ്പൊ പിന്നെന്താ ശോകമായിട്ട് ക്ഷേത്രത്തിലേക്കൊക്കെ വന്നേ. ഇത് കേട്ട് കാവേരി ചോദിക്കണ, ഇത് നിന്റെ അച്ഛൻ പണിത ക്ഷേത്രമൊന്നും അല്ലല്ലോ, ഞാൻ എന്ത് ചെയ്താലും നിനക്കെന്താ, എന്താ നീ മാത്രമേ വന്നുള്ളൂ, നിന്റെ ഭർത്താവ് വന്നില്ലേ, നീ ആഗ്രഹിച്ചതുപോലെ കല്യാണം നടന്നില്ലേ, സന്തോഷമായിട്ട് ജീവിച്ചാ പോരെ, എന്തിനാ എന്റെ അടുത്ത് വന്ന് ശല്യം ചെയ്യുന്നേ. രാഗിണി മനസ്സിൽ പറയണ, എന്ത് കല്യാണം നടന്നോ. കാവേരി പറയണ, ഞാൻ എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ, നീ ജയിച്ചു, ഞാനല്ല ജയിച്ചേ. അങ്ങനെ കാവേരി ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ്. പുഞ്ചിരിച്ച രാഗിണി മനസ്സിൽ പറയണ, ഇവളപ്പൊ വിചാരിച്ചിരിക്കുന്നത് എന്റെയും നിവിന്റെയും കല്യാണം കഴിഞ്ഞെന്നാണല്ലേ. അപ്പൊ അവിടെ നടന്നൊന്നും ഇവൾ അറിഞ്ഞിട്ടില്ല, ഇവള് നിവിനെ കണ്ടതുമില്ല, നന്നായി. തുടർന്ന് നിവിന്റെ അരികിലേക്ക് വന്ന രാഗിണി കാവേരിയും നിവിനും അവിടെ ഇരുന്നപ്പോഴെടുത്ത ഫോട്ടോ കാണിക്കുകയാണ്. ഞെട്ടി വിശ്വസിക്കാനാകാതെ കാവേരി എന്ന് വിളിച്ച അവിടെയെല്ലാം നിവിൻ കാവേരി അന്വേഷിക്കുന്നു. രാഗിണി പറയണ, നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവള് നിന്നെ കാണാതെ പോയതാ, നിനക്ക് ഇപ്പോഴും അവളുടെ പിന്നാലെ നടക്കാൻ നാണമില്ലേ, നീ പൊടി എന്ന് പറഞ്ഞ് നിവിൻ കാവേരി എന്ന് വിളിച്ച് ക്ഷേത്രത്തിന് പുറത്തെല്ലാം കാവേരി അന്വേഷിക്കുകയാണ്. അവിടെയെങ്ങും കാവേരിയെ കാണുന്നില്ല. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് രാഗിണി. വിഷമത്തോടുകൂടി നിവിൻ മനസ്സിൽ പറയുകയാണ്, എന്നെ കണ്ടിട്ടും നീ എന്നോട് സംസാരിക്കാതെ പോയല്ലോ. ശേഷം വിനീത് സ്വപ്നം കാണുകയാണ് ഗംഗയോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതായും ഗംഗ വളരെ ദേഷ്യത്തോടുകൂടി വിനീതിനെ അടിച്ചിറക്കുന്നതായും ഒക്കെ. ഞെട്ടി എഴുന്നേറ്റിരുന്ന വിനീതിനോട് ഗംഗ ചോദിക്കുന്നു, എന്തു പറ്റി വിനീതൻ. ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിനീത് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് രാത്രി നിള ഉറങ്ങിക്കിടക്കുമ്പോൾ വിഷമത്തോടുകൂടി അരികിലിരിക്കുകയാണ് കാവേരി. അരികിലേക്ക് വന്ന വിനീത് അമ്മായി എവിടെയെന്ന് ചോദിക്കുമ്പോൾ കാവേരി പറയുന്നു, ഇവിടെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞു, അമ്മയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഞാൻ. അമ്മ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞതാ, പക്ഷെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാ ഞാനിവിടെ നിന്നെ. അപ്പൊ വിനീത് പറയണ, ഞാനും ഇവിടെ തന്നെ നിൽക്കാം കാവേരി. രണ്ടുപേരും നിൽക്കാൻ സമ്മതിക്കില്ല എന്ന് കാവേരി പറയുമ്പോൾ വിനീത് പറയണ, പുറത്ത് നിൽക്കാലോ, നീ റൂമിലിരുന്നു. ഇത് കേട്ട് കാവേരി വിഷമത്തോടുകൂടി പുറത്തേക്ക് പോയി ഇരിക്കുകയാണ്. അരികിലേക്ക് വന്ന വിനീത് പറയുന്നു, സോറി കാവേരി, ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ലോ, ഞാൻ കാരണമല്ലേ കാവേരി ഇപ്പൊ വിഷമിക്കുന്നത്, സോറി. ഹോസ്പിറ്റലില് കിഡ്നി വിറ്റാൽ പണം കിട്ടുമെന്ന് പറയാറില്ലേ, ഞാൻ വേണമെങ്കിൽ എന്റെ കിഡ്നി വിറ്റാൽ പണം കിട്ടുമെന്ന് ചോദിക്കട്ടെ. ഇത് കേട്ട് കാവേരി ചോദിക്കുന്നു, വിനീതേട്ടൻ എന്താ ഇങ്ങനെയായി പോയേ, ഇങ്ങനെയൊന്നും പറയാതെ. അപ്പൊ വിനീത് പറയണ, എനിക്ക് വേറെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഞാൻ ചെയ്തത്
ചെയ്തത് തെറ്റായി പോയി. കാവേരി പറയുന്ന പണം പോയി. അതുകൊണ്ട് ഓരോന്നൊക്കെ ആലോചിച്ചു കൂട്ടി പ്രശ്നം വഷളാക്കരുത്. അപ്പൊ വിനീത് പറയണ ഗംഗി എന്തുകൊണ്ടാണ് എന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാനൊരു വിവരമില്ലാത്തവനാ. ഞാൻ എല്ലാം നശിപ്പിക്കും. ഞാൻ എല്ലാം ഗംഗയോട് തുറന്നു പറയാം. ഞാൻ കാരണമാണ് പണം നഷ്ടപ്പെട്ടതെന്ന്. അവൾ എന്നോട് ദേഷ്യപ്പെടുമായിരിക്കും, അടിച്ചിറക്കുമായിരിക്കും, എന്റെ കൺമുന്നിൽ നിൽക്കരുതെന്ന് പറയായിരിക്കും. ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. കാവേരി ചോദിക്കുന്നു, വിനീതേട്ടൻ ഇതെല്ലാം ചെയ്താൽ ഇവിടെ നല്ലത് എന്തെങ്കിലും നടക്കുമോ? പറ വിനീതേട്ടാ, എന്ത് നല്ലത് നടക്കാനാ? പണം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ എല്ലാവരും തകർന്നു പോകും. ഗംഗേച്ചിയും വിനീതേട്ടനും കൂടി വഴക്കാകും. വിനീതേട്ടൻ എങ്ങോട്ടെങ്കിലും പോകും. അതുകൊണ്ട് എന്ത് നല്ലതാ നടക്കാൻ പോകുന്നേ? നിലയുടെ ഓപ്പറേഷൻ നടക്കുമോ? ഇപ്പം വിനീതേട്ടൻ ഞങ്ങളുടെ കൂടെ ഉള്ളത് എല്ലാവർക്കും ഒരു സമാധാനോ അതും കൂടി ഇല്ലാതാകും. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തെ കുറിച്ച് ഓർത്ത് അമ്മ കൂടുതൽ വിഷമിക്കത്തേ ഉള്ളൂ. അതൊക്കെയാണോ നടക്കേണ്ടത്? ഇത് കേട്ട് വിനീത് പൊട്ടിക്കരയുകയാണ്. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാണെന്ന് വിനീത് പറയുമ്പോൾ കാവേരി പറയണം, അപ്പയ്ക്കോ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് വിനീതേട്ടൻ നോക്കുന്നത്. വിനീതേട്ടൻ എന്താണ് ശരിയെന്ന് തോന്നുക അത് ചെയ്യാം. ഇനി എനിക്ക് വിനീതേട്ടനോടൊന്നും പറയാനില്ല. അങ്ങനെ കാവേരി അവിടെ നിന്ന് പോവുകയാണ്. വിനീത് വളരെ വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുന്നു. തുടർന്ന് വിഷമത്തോടുകൂടി ഇരിക്കുന്ന രാഗിണിയുടെ അരികിലേക്ക് വന്ന് ജയബാലൻ, നീ എന്താ ഭക്ഷണം കഴിക്കാഞ്ഞെന്നൊക്കെ ചോദിക്കുകയാണ്. വിശപ്പില്ലായിരുന്നു എന്ന് രാഗിണി പറയുമ്പോൾ, ഒരു ദിവസം മുഴുവൻ വിശക്കില്ല എന്ന് ചോദിക്കുകയാണ് ജയബാലൻ. അപ്പൊ രാഗിണി പറയണ, ഞാൻ നിവിനെ കണ്ടു. ഞാൻ ക്ഷേത്രത്തിൽ വെച്ചാ കണ്ടത്. ജസ്റ്റ് മിസ്. നിവിന കാവേരി കണ്ടില്ല. ഒരേ ക്ഷേത്രത്തിൽ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, എന്റെ കല്യാണം മുടങ്ങിയത് കാവേരി അറിഞ്ഞിട്ടില്ല. എന്റെയും നിവിന്റെയും കല്യാണം കഴിഞ്ഞെന്നാ അവള് വിചാരിച്ചിരിക്കുന്നത്. അവൾ അങ്ങനെ അഭിനയിച്ചതായിരിക്കുമെന്ന് ജയബാലൻ പറയുമ്പോൾ രാഗിണി പറയണ, ഇല്ല ചാ, അവക്കൊന്നും അറിയില്ല. നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? നിങ്ങക്ക് സന്തോഷമായിട്ട് ജീവിച്ചൂടെ? എന്നെ എന്തിനാ ശല്യം ചെയ്യുന്നതെന്നൊക്കെ അവൾ എന്നോട് ചോദിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട് ചാ, ഞാൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നിവിനും കാവേരിയും കൂടി കണ്ടേനെ. കല്യാണം മുടങ്ങിയെന്നും അവൾ അറിഞ്ഞേനെ. പിന്നെ അവർക്ക് കല്യാണം കഴിക്കാമല്ലോ. അപ്പൊ ജയബാലൻ പറയണ, അവരുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കരുത്, അത്രയല്ലേ ഉള്ളൂ. നീ വിഷമിക്കണ്ട. അപ്പൊ രാഗിണി പറയണ, അച്ഛാ, അവർ രണ്ടുപേരും നേരിൽ കാണുന്നത് വരെ നമുക്കിത് മറച്ചു വെക്കാൻ പറ്റും. എന്റെയും നിവിന്റെയും കല്യാണം മുടങ്ങിയെന്ന കാവേരി അറിഞ്ഞാൽ കാവേരി ഉടനെ പോയി നിവിനെ കല്യാണം കഴിക്കും. അതോടെ അവളുടെ എല്ലാ പ്രശ്നവും അവസാനിക്കും. പിന്നെ നിവിൻ നോക്കിക്കോളൂല്ലോ അവളെ, അവളുടെ കുടുംബത്തെയും. നിവിനും കാവേരി ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ എപ്പോ വേണമെങ്കിലും അവർ കാണും. ഇത് കേട്ട് ജയബാലൻ ചോദിക്കുന്നു, ഇതോർത്താണോ നീ കഴിക്കാതിരിക്കുന്നത്? വാ, നമുക്ക് കഴിക്കാം. നിവിനും രാഗിണിയും തമ്മിലുള്ള കല്യാണം നടക്കാത്തതിനെ കുറിച്ച് ആലോചിച്ച് വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് ജയബാലൻ. തുടർന്ന് നിവിൻ താമസിക്കുന്ന ശ്രീയുടെ വീട്ടിലേക്ക് വന്ന് നിവിനെ അന്വേഷിക്കുകയാണ് ജയബാലൻ. പുറത്തു പോയിരിക്കുകയാണെന്ന് ശ്രീ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് ജയബാലൻ കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നു. ജയബാലൻ നിവിനെ അന്വേഷിച്ച് പോയതാണെന്ന് മനസ്സിലാക്കിയ രാഗിണി ടെൻഷനോടുകൂടി കാറും എടുത്ത് ജയബാലനെ അന്വേഷിച്ചിറങ്ങുകയാണ്. ജയബാലന്റെ ഫോണിലേക്ക് വിളിച്ച് രാഗിണി ചോദിക്കുന്നു, അച്ഛൻ എവിടെയാ? അപ്പൊ ജയബാലൻ പറയണ, മോൾ ഉറങ്ങിക്കോ, അച്ഛൻ വന്നോളാം. അങ്ങനെ ജയബാലൻ കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് കാറിൽ വരുന്ന ജയബാലൻ കാണുകയാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് റോഡ് സൈഡിൽ ബൈക്കിലിരിക്കുന്ന നിവിനെ. അരികിലേക്ക് വന്ന ജയബാലൻ നിവിനോട് സംസാരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് നിവിൻ പറയുന്നു, അപ്പൊ മകള് മാത്രമല്ല വന്നത്, അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് ജയബാലൻ ചോദിക്കണ, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? പെങ്ങളുടെ മകനാണെന്നൊന്നും ഞാൻ നോക്കില്ല. നീ രാഗിണിയോട് എന്താ പറഞ്ഞു? അപ്പൊ നിവിൻ പറയണ, എനിക്ക് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നീ ഇത്രയൊക്കെ ആയിട്ടും പഠിച്ചില്ലേന്ന് ജയബാലൻ ചോദിക്കുമ്പോൾ നിവിൻ പറയണ, പഠിക്കേണ്ടത് ഞാനല്ല, നിങ്ങളും നിങ്ങളുടെ മകളുവാ. നിവിൻ പറയണ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ചെയ്യ്. ഇത്രയും കാലവും എന്റെ അച്ഛനും അമ്മയും എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാ ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ നിന്ന് തന്നത്. ഇനി അത് നടക്കില്ല. ഭീഷണിപ്പെടുത്താൻ നിൽക്കാതെ പുഷ്പവാടിയിലേക്ക് മടങ്ങി പോകുന്നതാകും നിങ്ങൾക്ക് നല്ലത്. ജയബാലൻ പറയണ, എന്റെ മകളെ നീ കതിർ മണ്ഡപത്തിലിരുത്തി കരയിച്ചതാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഒരുത്തി വന്ന കല്യാണം മുടക്കുന്നു, നീ കല്യാണം വേണ്ടാന്ന് വെച്ച് എന്റെ മകളെ കരയിപ്പിച്ച് അവളുടെ പിന്നാലെ തിരുവനന്തപുരത്തേക്ക് വന്നേക്കുന്നു. എല്ലാം നിങ്ങളുടെ ഒത്തുകളിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കേട്ട് നിവിൻ പറയണ, ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ജയബാലൻ പറയണ, നീ നോക്കിക്കോ, നിന്നെക്കാളും നല്ലൊരു പയ്യനെ ഞാൻ രാഗിണിക്ക് വേണ്ടി കണ്ടെത്തും. എന്നിട്ട് അവരുടെ കല്യാണവും നടത്തും. പക്ഷെ അവളെ കരയിപ്പിച്ചിട്ട് നീ സന്തോഷമായിട്ട് ജീവിക്കില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുന്നു പറഞ്ഞ് നിവിൻ ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. നിവിന്റെ പിന്നാലെ കാറിൽ വളരെ വേഗത്തിൽ വരികയാണ് ജയബാലൻ. ജയബാലൻ തന്റെ വണ്ടി നിവിന്റെ ബൈക്കിൽ ഇടിപ്പിക്കുകയും നിവിൻ താഴേക്ക് വീഴുകയാണ്. ആൾക്കാർ അവിടേക്ക് വരുന്നത് കണ്ട് ജയബാലൻ വണ്ടിയിൽ അവിടെ നിന്ന് പോവുകയും ഈ സമയം രാഗിണി കാറിൽ അവിടേക്ക് വരികയാണ്. ബോധമില്ലാതെ കിടക്കുന്ന നിവിനെ കണ്ടു ഞെട്ടി നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് രാഗിണി. രാഗിണി നിവിനെ തട്ടി വിളിക്കുന്നുവെങ്കിലും നിവിൻ കണ്ണു തുറക്കുന്നില്ല. തുടർന്ന് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വന്ന നരനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ഗായത്രി. ഈ വീട്ടിലുള്ളവരെ കുറിച്ച് നീ ചിന്തിക്കുന്നില്ല, നിനക്ക് ആരോടും സ്നേഹമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് നരൻ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അരികിലേക്ക് വന്ന് സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും വേറെ എന്ത് ചോദിച്ചാലും ഞാൻ കാരണം ചോദിക്കാതെ ചെയ്തു തന്നേനെന്ന് നരൻ പറയുമ്പോൾ അവിടേക്ക് വന്ന ഗായത്രി ചോദിക്കണ, നിനക്ക് എന്താ കല്യാണം വേണ്ടാത്തത്? അപ്പൊ നരൻ പറയുകയാണ്, കാരണം നിങ്ങൾക്കറിയാലോ, പിന്നെന്തിനാ ചോദിക്കുന്നേ? കല്യാണം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ലേ? നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഇല്ലേ? ഗായത്രി പറയുന്നു, നരൻ ഒരു തുണ വേണോടാ. അപ്പൊ നരൻ പറയണേ, ഇളയമ്മ എനിക്ക് വേണ്ട, പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഇത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ അവരുടെ കയ്യിൽ പിടിച്ച നരൻ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരുപാട് നാള് എന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കും. അതിനുശേഷം എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. കല്യാണത്തെ കുറിച്ച്
കുറിച്ച് സംസാരിച്ച എന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇവർ രണ്ടുപേരും ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് ഗായത്രി പറയുമ്പോൾ ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും വാരി കൊടുക്കുകയാണ് അന്നേരം. തുടർന്ന് ടെൻഷനോടുകൂടി രാഗിണി നിവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. കുറച്ചപ്പുറത്തായി നിൽക്കുന്ന കാവേരി രാഗിണിയെയും നിവിനെയും ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് രാത്രി ഉറങ്ങാതെ നരന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി. മകളുടെ മരണത്തെക്കുറിച്ചും നരന്റെ വിവാഹത്തെക്കുറിച്ചും ഒക്കെ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നു, മനസ്സ് വിഷമിപ്പിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. പെട്ടെന്ന് മുത്തശ്ശിക്ക് നെഞ്ചുവേദന വരികയും മുത്തശ്ശൻ ടെൻഷനോടുകൂടി നരനെയും ഗായത്രിയെല്ലാം അവിടേക്ക് വിളിക്കുകയുമാണ്. അരികിലേക്ക് ഓടി വന്ന ഗായത്രിയും നരനും ഭയത്തോടുകൂടി മുത്തശ്ശിയോട് ചോദിക്കുന്നു, എന്തു പറ്റി മുത്തശ്ശി? മുത്തശ്ശൻ പറയണ, മോനെ നരൻ, നമുക്ക് അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. നരനും ഗായത്രിയും മുത്തശ്ശനും കൂടി മുത്തശ്ശിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് ചർച്ചിലേക്ക് വന്ന വിനീത് ഫാദറിനോട് പണം നഷ്ടപ്പെട്ട കാര്യം പറയുകയും വിനീതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയുമാണ് ഫാദർ. തന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സഹായിക്കാം, കുറച്ച് സമയം വേണമെന്നൊക്കെ ഫാദർ പറയുന്നു. തുടർന്ന് മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് നരനും മുത്തശ്ശനും ഗായത്രിയും. നരന്റെ വിവാഹം നടക്കാത്തതാണ് മുത്തശ്ശിയുടെ വിഷമമെന്ന് മനസ്സിലാക്കുകയാണ് എല്ലാവരും. തുടർന്ന് ഗായത്രിയും മുത്തശ്ശനും വളരെ വിഷമത്തോടുകൂടി നരനോട് വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കുകയും മുത്തശ്ശിക്ക് വേണ്ടി നീ വിവാഹത്തിന് സമ്മതിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. മുത്തശ്ശൻ പറയുന്നു, നിന്റെ കല്യാണം കണ്ടാലേ ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി കണ്ണടയ്ക്കാൻ പറ്റൂ. അങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശിയുടെ അരികിലേക്ക് പോയിരിക്കുമ്പോൾ ഗായത്രി പറയുന്നു, നിന്റെ മുത്തശ്ശൻ മനസ്സിലെ വിഷമമാ പറഞ്ഞത്. നിനക്ക് വേണ്ടി ജീവിക്കുന്ന നിന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന രണ്ടുപേർ, അവരുടെ അവസാനത്തെ ആഗ്രഹമായിട്ട് നീ ഇത് കണ്ടാ മതി. നിനക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ആഗ്രഹമല്ല, അത് ചെയ്യാൻ നിനക്ക് മനസ്സില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് നരൻ, ഇവർ രണ്ടുപേരും അധികകാലം നമ്മുടെ കൂടെ കാണില്ല. അപ്പൊ നീ ചിന്തിക്കും, അവര് ചോദിച്ചത് അന്ന് ചെയ്തു കൊടുക്കേണ്ടതായിരുന്നു എന്ന്. പക്ഷെ ആ സമയത്ത് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രേ എനിക്ക് പറയാൻ പറ്റൂ. ഇത് കേട്ട് കണ്ണു നിറങ്ങിയ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് നരൻ. മുത്തശ്ശി കരഞ്ഞുകൊണ്ട് മുത്തശ്ശന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, രവിയേട്ടാ, നമ്മുടെ കൊച്ചുമോനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം താങ്ങാൻ പറ്റുന്നില്ല. അവനൊരു ജീവിതം ഇല്ലാണ്ടായി പോകുമല്ലോ. മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് കരഞ്ഞുകൊണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് നരൻ. മുത്തശ്ശി പറയുന്നു, അവൻ ഒരു പെണ്ണിനെ വേണം. നരനെ തനിച്ചാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഒരു പെൺകുട്ടിയുടെ കയ്യിൽ അവനെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. അരികിലേക്ക് വന്ന നരൻ മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, ഇപ്പൊ മുത്തശ്ശിക്ക് എന്താ വേണ്ടത്? ഞാൻ കല്യാണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളുടെ രണ്ടുപേരുടെയും സന്തോഷത്തിനു വേണ്ടി ഞാൻ കല്യാണം കഴിക്കാം. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ മുത്തശ്ശി പറയുന്നു, ഇപ്പൊ നീ പറഞ്ഞത് എനിക്ക് സന്തോഷമുള്ള കാര്യമാ, പക്ഷെ നിന്നെ ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് സത്യം ചെയ്തതാ, എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യും. അപ്പൊ നരൻ പറയുകയാണ്, ആരെ വേണമെങ്കിലും ഞാൻ കല്യാണം കഴിക്കാം, മതിയോ? അങ്ങനെ മുത്തശ്ശിയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്യുകയാണ് നരൻ. മുത്തശ്ശനും മുത്തശ്ശിയും കണ്ണു നിറങ്ങിയ സന്തോഷത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ നരനും കണ്ണു നിറങ്ങി പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് നിളയുടെ ഓപ്പറേഷനുള്ള പണം എങ്ങനെ റെഡിയാക്കണമെന്നറിയാതെ വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് കാവേരി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്